റിപ്പോർട്ടർ ചാനലിലെ ഹെഡായിട്ടുള്ള ഡോക്ടർ അരുൺകുമാറിനെതിരെ നമ്മുടെ കേരള പോലീസ് പോക്സോ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ പതിവ് പോലെ മോർണിംഗ് ഷോ അവതരിപ്പിക്കാനായിട്ട് അരുൺകുമാർ എത്തി. അരുൺകുമാർ പൂന്ത് വിളയാടുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്നും കണ്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കേരള പോലീസ് അറസ്റ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പോക്സോ കേസ് എടുത്തത്, അല്ലെങ്കിൽ പോക്സോ കേസ് എടുത്തതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതിനുശേഷം എന്തിനു വേണ്ടിയാണ് ഈ പോക്സോ കേസ് എടുത്തതെന്നും ഇത്തരത്തിൽ ബോച്ചയും അരുൺകുമാറും അതുപോലെ ഗോപൻ സ്വാമിയും അടക്കമുള്ള കേസുകൾ വരുമ്പോൾ വിസ്മരിക്കപ്പെടുന്ന കേസുകൾ ഏതാണെന്ന് നമുക്ക് വിശദമായി വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് അരുൺകുമാറിനെതിരെ ഒരു പോക്സോ കേസ് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. സാധാരണ കേരളത്തിൽ ഇതുവരെയുള്ള ഒരു വാർത്താമാധ്യമവും ചെയ്യാത്തതുപോലെ റിപ്പോർട്ടർക്ക് തോന്നിയ പ്രണയം എന്നുള്ള മട്ടിൽ ഏതാണ്ട് ഒരു 10, 14, 15 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി, വളരെ സുന്ദരിയായിട്ടുള്ള മലപ്പുറത്ത് നിന്നുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നമ്മുടെ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന കളിക്കാൻ വേണ്ടി അവിടെ എത്തിയാണ്. അതിൽ മണവാട്ടിയായിരുന്നു. അപ്പോൾ ആ മണവാട്ടിയായിട്ടുള്ള പെൺകുട്ടിയുമായി ഇവൻ്റെ ചില ശൃംഗാര സംഭാഷണങ്ങളാണ് അവർ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. അത് പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടി തന്നെ എടുത്ത റീലായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷേ അതിൽ ഈ പെൺകുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ നോക്കിയിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, വളരെ സുന്ദരിയായിട്ടുണ്ട് ഈ വേഷത്തിലെന്ന് പറയുന്നു, ഇതിനു മുമ്പും ഒപ്പനയിൽ നിങ്ങൾ മണവാട്ടിയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളെ ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടോ എന്ന് പറഞ്ഞു. കണ്ടു, കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ വീഡിയോ റീലെടുത്തിട്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ ഡോക്ടർ അരുൺകുമാറും പിന്നെ ഈ ഷഹബാസ് എന്ന് പറയുന്ന ഈ പയ്യനും ഈ റിപ്പോർട്ടറും പിന്നെ മറ്റൊരു റിപ്പോർട്ടർ, എനിക്ക് പേരറിയാൻ ഞാൻ പറയുന്നില്ല, കാരണം പോക്സോ കേസിൽ ഒന്നാമത്തെ പ്രതി അരുൺകുമാറാണ്, രണ്ടാമത്തെ ഷഹബാസാണ്, മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ നേരത്തെ ദ ഫോർത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിപ്പോർട്ടറാണ്. ആ റിപ്പോർട്ടർ അടക്കമുള്ള ആളുകളിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അരുൺകുമാർ ചോദിക്കുന്നു, ഈ പെൺകുട്ടിയെ പിന്നീട് കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷഹബാസ് പിന്നീട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കാണാതിരിക്കുന്നതാണ് 2 പേർക്കും നല്ലത് എന്നുള്ളത് അരുൺകുമാർ പറയുന്നു. ഉടനെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള മറ്റു റിപ്പോർട്ടർ പറയുന്നു, ഇതിന് ശേഷം ഷഹബാസിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദ്വയാർത്ഥങ്ങൾ ആർക്കും ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ചില പ്രയോഗങ്ങൾ ഇവരൊക്കെ തന്നെ നടത്തുന്നു. യഥാർത്ഥത്തിൽ അരുൺകുമാറിൻ്റെയൊക്കെ മാർക്കറ്റിങ്ങും ഈ റീച്ച് കൂട്ടാനുമൊക്കെയുള്ള അഗ്രഷൻ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പണിയിലേക്ക് എത്തിപ്പെട്ടു പോയതാണ്. നമ്മുടെ വാർത്താ ചാനലിൽ ഇന്നേ വരെ ഇത്തരത്തിൽ റിപ്പോർട്ടറുടെ പ്രണയം അവതരിപ്പിച്ചിട്ടില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു വാർത്താ ചാനലിൽ ഇത്തരത്തിൽ പ്രണയം അവതരിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് റിപ്പോർട്ടർ ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിരൂർ അർജുനെ ഇപ്പം കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടുമെന്ന് പറഞ്ഞൊരു ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തി വാർത്തകൾ വിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. മേപ്പാടിയിലുമൊക്കെ തന്നെ ഇതുപോലെ തന്നെയുള്ള ചില പണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അർജുൻ്റെ ഷിരൂർ വെച്ചിട്ട് ഒരു പട്ടിയെക്കുറിച്ച് പോലും അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം അരുൺകുമാർ നടത്തിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പട്ടി ആരുടെയെങ്കിലും അരുമയായിരുന്നിരിക്കാം, ഇവനൊരു വീട്ടിൽ വളരെ സന്തോഷമായി കഴിഞ്ഞതായിരിക്കാം, ആ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ ഒലിച്ചു പോയിട്ടുണ്ടാവാം, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം എന്നൊക്കെ പറഞ്ഞൊരു പട്ടിയെ തടയിക്കൊണ്ടുള്ള വലിയ ഷോ ഇറക്കി. ഏതാണ്ട് അതുപോലെ തന്നെ അതിവൈകാരികതയാണ് മേപ്പാടിയിലുമൊക്കെ വിൽക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ദുഃഖത്തിൻ്റെയും ഈ പറയുന്ന ട്രാജഡികളുടെയും ഒക്കെ അതിവൈകാരികതകൾ വിട്ടതിന് ശേഷം അരുൺകുമാറിന് തോന്നി, എന്നാൽ ഒന്ന് പ്രണയം വിറ്റേക്കാം, കാരണം സ്കൂൾ കലോത്സവമല്ലേ, കുറച്ചുകൂടി ആ ഒരു ഏജ് ഗ്രൂപ്പിനിടക്ക് റീച്ച് കിട്ടാനായിട്ട് പ്രണയമൊക്കെ കുറച്ചുകൂടി സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷഹബാസിനെ കൊണ്ട് ഈ കോലം കെട്ടിച്ച് ഇത്തരത്തിലൊരു റീലുണ്ടാക്കി പുറത്തേക്ക് വിട്ടത്. ഏറ്റവും അതിൻ്റെ പുറത്ത് അന്ന് തന്നെ ഇത് വിവാദമായപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. ആ ബാലാവകാശ കമ്മീഷൻ്റെ കേസ് കൂടാതെ ഇത് ശിശുക്ഷേമ സമിതി, തിരുവനന്തപുരത്തുള്ള ശിശുക്ഷേമ സമിതി DGPക്ക് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം കണ്ടോൺമെൻറ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ കേസിനും കൂടി ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കേസിനുള്ള പ്രത്യേകത, സാധാരണ പോക്സോ കേസുകളൊക്കെ നിരവധി റിപ്പോർട്ടർമാർക്ക്, ലേഖകർക്കെതിരെയൊക്കെ വരാറുണ്ട്, വാർത്താ മാധ്യമങ്ങൾക്കെതിരെ വരാറുണ്ട്, ഈവൻ ശാന്തിവിള ദിനേശ് അടക്കമുള്ള ആളുകൾക്ക് വരെ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇരയുടെ പേര് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഇരയുടെ പേര് സൂചിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വീഡിയോയിൽ അതിൻ്റെ സൂചനകൾ ഉണ്ടായി എന്നുള്ളതോ അല്ലെങ്കിൽ അവർ ചില സംഭാഷണത്തിൽ പോലും ഇരകളെ സൂചിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഉണ്ടായി എന്നൊക്കെ പോലുള്ള പേരിലാണ് കേസെടുത്തിരുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ തന്നെയാണ് അരുൺകുമാറിനെതിരെ കേസ് വന്നിട്ടുള്ളത്.
അപ്പോൾ അത് കേരള പോലീസ് കേസെടുത്താൽ യഥാർത്ഥത്തിൽ അറസ്റ്റൊക്കെ ചെയ്യേണ്ടതാണ്. അരുൺകുമാർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അരുൺകുമാർ വളരെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മീറ്റ് എഡിറ്റേഴ്സിൽ കണ്ടില്ല, പക്ഷേ ഇന്ന് അദ്ദേഹം മോർണിംഗ് ഷോയിൽ വന്ന് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് അരുൺകുമാറിന് പറ്റിയ കുഴപ്പം. കാരണം ഇത് പോക്സോ കേസ് എടുത്ത് അരുൺകുമാറെ ശിക്ഷിക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, മാധ്യമത്തിൻ്റെയും വാർത്തകളുടെയും ലോകത്ത് അങ്ങേയറ്റത്തെ അപജയത്തിന് കാരണമാകുന്ന പണികളാണ് ഡോക്ടർ അരുൺകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ വിമർശനം എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്. അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളോ വിവരമില്ലാത്ത ആളോ അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളോ ഒന്നുമല്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനും കൂടുതൽ റീച്ച് കിട്ടുന്നതിനും കേരളത്തിൽ ഒന്നാമതെത്തുന്നതിനുമൊക്കെ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില പ്രകടനങ്ങളായി മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതി. പക്ഷെ അത് അങ്ങേയറ്റത്തെ അപലപിക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അല്ലാതെ അദ്ദേഹത്തെ കേസെടുത്ത് ശിക്ഷിക്കാൻ മാത്രം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് തന്നെയാണ് ബോച്ചയുടെയൊക്കെ കേസിൽ സംഭവിക്കുന്നത്. ബോച്ചെ ആളുകളോട് മുഴുവൻ വഷളത്തരം പറയുകയോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ മാർക്കറ്റിങ്ങിനും സെയിൽസിനും വേണ്ടി ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളും വഷളത്തരങ്ങളും ഒക്കെ പറഞ്ഞാൽ മാത്രമേ തൻ്റെ വീഡിയോ റീച്ച് ആകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഈ പഠിക്കുന്നത്. അതിൻ്റെ നിയന്ത്രണം വിട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ അരുൺകുമാറിനെതിരെ പോക്സോ കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെയധികം CPM-നെയും അതുപോലെ പിണറായി വിജയനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിനുമെതിരെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കേസെടുത്തത് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പരിശോധിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺകുമാറിനെതിരെ കേസെടുക്കുന്ന അന്ന് വൈകുന്നേരം പോലും പിണറായി വിജയൻ്റെ ഒരു പാട്ടിനെ, അദ്ദേഹത്തെ വളരെയധികം സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടിനെ കുറിച്ച്, അദ്ദേഹം എടുത്ത നിലപാടിനെ കുറിച്ച് ഘോരം രാത്രി 8 മണിക്കുള്ള മീറ്റ് എഡിറ്റേഴ്സിലിരുന്ന് അരുൺകുമാർ പിണറായിക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു. ആ വാദിക്കുന്ന സമയത്ത് തന്നെയാണ് കന്റോൺമെൻറ്റ് പോലീസ് ഈ അരുൺകുമാറിനെതിരെ കേസെടുത്തതിൻ്റെ കാര്യം എന്താണ്? ആ കേസെടുക്കുന്നതിൻ്റെ കാര്യം, നാട്ടുകാർ ഇപ്പോൾ ട്രിവിയലായ വളരെ നിസ്സാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുറകെ പോകാൻ ഇത് സഹായിക്കും, മാധ്യമങ്ങളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന്, ബോച്ചയും ഹണി റോസ് വിവാദം. അത് ദിവസങ്ങളോളം നീണ്ടുപോയി. വയനാട്ടിൽ നിന്ന് ബോച്ചയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ഏതാണ്ട് മുഴുവൻ സമയമായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള ഒരു വാർത്തകളും കൊടുക്കേണ്ടി വരില്ല. യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മൂടിവെക്കപ്പെടും. ഇതാണ് ബോച്ചയുടെയും ഹണി റോസിൻ്റെയും കാര്യത്തിൽ നമ്മൾ കണ്ടത്. ആളുകളൊക്കെ അതിൻ്റെ ചുറ്റും വലയമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്കറിയാമല്ലോ, ഇപ്പോൾ അരുൺകുമാറിൻ്റെ കേസ് വന്നിരിക്കുന്നു. അതും ഏതാണ്ട് വാർത്താ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങൾ ഒഴിവാക്കപ്പെട്ടു. പിന്നെ നമുക്കറിയാം, ഗോപൻ സ്വാമിയുടെ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വന്നു. ആ വാർത്തകളും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ഏതാണ്ട് 2-3 ദിവസം ആഘോഷിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെയുള്ള വാർത്തകളൊന്നും വലിയ തോതിൽ ചർച്ചയായില്ല. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുസൈഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ? ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കകം ഏതാണ്ട് 8-10 മരണങ്ങളാണ് ഇവിടെ വൈൽഡ് ആനിമൽസും അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനിടക്ക് സംഭവിച്ചിട്ടുള്ളത്. അതായത് കാട്ടാനകളുടെയും പുലികളുടെയും ഒക്കെ ആക്രമണത്തിൽ വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൂടെയാണ് വനപാലകർക്ക് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന വനനിയമം പാസ്സാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. അത് ഏതാണ്ട് കേരളത്തിലെ 940 പഞ്ചായത്തിൽ 430ഓളം പഞ്ചായത്തുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ ഇവിടെ റേഷൻ കടകളിൽ അരിയില്ല, മണ്ണെണ്ണയില്ല, ഇത്തരത്തിൽ സപ്ലികോയിലൊന്നുമില്ല, മരുന്നുകൾ നമ്മുടെ സ്റ്റോറുകളിലൊന്നുമില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലില്ല, തുടങ്ങിയിട്ടുള്ള നിരവധി ലാബുകളിൽ അതുപോലെ ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തുന്ന സെൻറ്ററുകളിലൊക്കെ തന്നെ സപ്ലൈ ചെയ്യേണ്ട ഉപകരണങ്ങൾ കരാറുകാർ സപ്ലൈ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഏതാണ്ട് 60 കോടി രൂപ പെൻഡിങ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇക്കണോമിക് ഇഷ്യൂസിനെല്ലാം മറച്ചു വെക്കുന്നതിനും ഗവൺമെൻറ്റിനെതിരെയുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് സിദ്ദിഖിനെ ഇവർ രക്ഷിച്ചതാണ്, മുകേഷ് ഇവരെ രക്ഷിച്ചതാണ്, ഇത്തരത്തിൽ AMMയുടെ സംഘടനയെ രക്ഷിച്ചതാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ ഇവർ കളിച്ചതാണ്, എന്തിനാണ് ഇത്ര വെപ്രാളം എന്നാണ് സജി ചെറിയാൻ ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മൂടി വെക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ അത്രത്തോളമൊന്നും പ്രാധാന്യം അർഹിക്കാത്ത കുറച്ചുകൂടി നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ ന്യൂസ് കൊടുത്തുകൊണ്ട് അവർക്ക് റീച്ച് കൂട്ടാനും അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിന് രക്ഷപ്പെടാനുമുള്ള വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഇത്തരത്തിൽ അരുൺകുമാറിനെതിരെയും ബോച്ചയ്ക്കെതിരെയും മറ്റ് നിരവധി ആളുകൾക്കെതിരെയും നടപടിയെടുത്തത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം.
യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണോ, നിയമപരമായി നടപടി എടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നടപടി എടുത്തോട്ടെ. പക്ഷേ ഇതിനൊക്കെ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൂടുന്നതിൻ്റെ കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജികൾ വിജയിക്കുന്നത് കൊണ്ടാണ്. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ നാഷണൽ ലെവലിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ നാഷണൽ ലെവലിലുള്ള ചില രീതികൾ ഈ കേരളത്തിലേക്ക് കൂടി വരുന്നു. കേരള മാധ്യമങ്ങളെ കൂടി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതിൻ്റെ പേരിൽ കൂടിയാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെ എടുത്തിട്ടുള്ള പോക്സോ കേസ് എന്ന് പറയുന്നത്. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരാളൊന്നുമല്ല അദ്ദേഹം നേരത്തെ തന്നെ സ്കൂൾ കലോത്സവങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു തലവേദനയാണ്. സ്കൂൾ കലോത്സവത്തിനാണ് ഇപ്പോൾ ഇത് പറ്റിയിട്ടുള്ളത്. നേരത്തെയുള്ള ഒരു സ്കൂൾ കലോത്സവത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരി വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് അദ്ദേഹം പറഞ്ഞത് ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമായി ഇത് വെജിറ്റേറിയൻ മാത്രമാണ് നല്ലത് എന്ന് പറയുന്നു എന്നുള്ളതാണ്. അതിന് പിന്നീട് അദ്ദേഹം പഴയിടം നമ്പൂതിരിയെ കണ്ട് ക്ഷമ ചോദിച്ചിരുന്നു. അവിടെ മത്സ്യവും മാംസവും ഒക്കെ കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞു അദ്ദേഹം വിവാദമുണ്ടാക്കിയിരുന്നു. എന്താണെങ്കിലും സ്കൂൾ കലോത്സവങ്ങളിൽ അദ്ദേഹത്തിനൊരു കഷ്ടകാലമാണ്. ഇനിയെങ്കിലും ഈ വാർത്താ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഈ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ പിന്മാറണം. രണ്ടാമത്തേത്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മണി എന്ന് പറയുന്ന ഒരാൾ കാട്ടിൽ പോയി കാട്ടാന ചവിട്ടിക്കൊന്നതും ഒരു സ്ത്രീ വിറക് പെറുക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും മേപ്പാടിയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ വലിയ തോതിൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ അവർക്ക് റീഹാബിലിറ്റേഷൻ പുനരധിവാസം കിട്ടാത്തതുമായിട്ടുള്ള ഇവിടെ റേഷൻ കടയിൽ അരിയും മണ്ണെണ്ണയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത വാർത്തകളുടെ പിറകെ നമ്മൾ സഞ്ചരിക്കുകയും വേണം. ഹണി റോസിനെയും ബോച്ചയെയും അരുൺകുമാറിനെയും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളത് കൂടിയാണ് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്. കാരണം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് അങ്ങേയറ്റം വികലമായിട്ടുള്ള ഭരണവും അതിൻ്റെ നയങ്ങളും ഒന്നും വിമർശിക്കപ്പെടാതിരിക്കുന്നതിന് ഇത് കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.